ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ 2026 കാത്തിരിക്കുന്ന ഇന്ത്യൻ സിനിമകളെ പറ്റി പറഞ്ഞു. ഇനി നോൺ ഇന്ത്യൻ സിനിമകൾ അഥവാ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മറ്റ് ലാംഗ്വേജിലുള്ള ഏതൊക്കെ സിനിമകളാണ് 2026 വരാൻ പോകുന്നത് എന്ന് നോക്കാം. അതിൽ ഏറ്റവും കൂടുതൽ ആൻറ്റിസിപ്പേറ്റഡായി കാത്തിരിക്കുന്ന ടോപ്പ് 5 ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അഞ്ചാമത് ഡിസ്കോഷൻ ഡേ എന്ന സിനിമയാണ്. 20 വർഷങ്ങൾക്ക് ശേഷം സ്റ്റീവൻ സ്പീൽബർഗ് സൈഫൈ ജോണറിലേക്ക് തിരിച്ചു വരുന്ന സിനിമയാണ് ഡിസ്കോഷൻ ഡേ. ഇതൊരു UFO ഏലിയൻ ബേസ്ഡ് ഒരു ത്രില്ലർ മൂവിയായിട്ടാണ് വരുന്നത്. സിനിമയിൽ എമിലി ബ്ലണ്ട്, ജോഷ് ഒക്കോണർ, കോൾമാൻ ഡൊമിംഗോ എന്നിങ്ങനെ വമ്പൻ താരനിര തന്നെയുണ്ട്. സിനിമ 2026 ജൂൺ 12 തിയേറ്ററിലെത്തും. 4ാം സ്ഥാനത്ത് വരുന്നതും ഒരു സൈഫൈ റോളുള്ള സിനിമയാണ് പ്രോജക്റ്റ് ഹെയിൽ മേരി. അതായത് നിങ്ങളൊരു സ്പേസ് ക്രാഫ്റ്റിൽ ഉറക്കം വരികയാണ്. നിങ്ങൾ അവിടെ എങ്ങനെ എത്തിയെന്നോ എപ്പോഴെത്തിയെന്നോ എന്തിനെത്തിയെന്നോ യാതൊരു ഓർമ്മയുമില്ല. അവിടെ വെച്ച് ഒരു ഏലിയൻ ഫോമുമായി നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പിലാവുകയും ചെയ്യുന്നു. പക്ഷേ പതിയെ നിങ്ങൾ മനസ്സിലാക്കുന്നു മനുഷ്യരാശിയെ തന്നെ തകർക്കാനുള്ളൊരു വലിയ പദ്ധതിയിൽ നിന്ന് രക്ഷിക്കാനായിട്ടാണ് നിങ്ങളിവിടെ എത്തിയതെന്ന്. എങ്ങനെയെന്നുള്ളതാണ് ആ സിനിമ. ഇതുതന്നെയാണ് എന്നെ ഈ സിനിമ കാത്തിരിക്കാൻ ഏറ്റവും വലിയ കാരണമാക്കിയത്. റയാൻ ഗോസ്ലിംഗ് മുഖ്യ കഥാപാത്രമായി എത്തുന്ന ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് സ്പൈഡർവേഴ്സിൻ്റെ റൈറ്റേഴ്സായ ഫിൽ ലോഡും ക്രിസ്റ്റഫർ മില്ലറുമാണ്. പ്രോജക്റ്റ് ഹെയിൽ മേരി 2026 മാർച്ച് 20 തിയേറ്ററിലെത്തും. മൂന്നാമത്തേത് ഒരുപക്ഷെ എല്ലാവർക്കും പ്രിയപ്പെട്ടൊരു സിനിമയായിരിക്കാം അവഞ്ചേഴ്സ് ഡൂംസ്ഡേ. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന് ശേഷം മൊത്തത്തിലൊന്ന് ഡീറെയിൽഡായ അവസ്ഥയാണ് MCUവിനുള്ളത്. ചിലതൊക്കെ ഹിറ്റായി, ചിലതൊക്കെ ചീറ്റിപ്പോയെന്ന അവസ്ഥ. അതിൽ നിന്ന് മൊത്തത്തിലൊരു കരകയറാൻ അല്ലെങ്കിൽ പഴയ പ്രതാപം തിരിച്ചു പിടിക്കാൻ വേണ്ടി വരുന്നൊരു വമ്പൻ സിനിമയാണ് അവഞ്ചേഴ്സ് ഡൂംസ്ഡേ. ഒരുപക്ഷെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിനേക്കാൾ കൂടുതൽ ക്യാരക്ടറുകൾ, അതും MCU മാത്രമല്ല ഇതുവരെ മാർവൽ സിനിമയെ ബേസ് ചെയ്തെടുത്ത എല്ലാ സിനിമയിലെ എല്ലാ യൂണിവേഴ്സിലെയും കൾമിനേറ്റ് ചെയ്തൊരു വമ്പൻ സിനിമയാണ് അവഞ്ചേഴ്സ് ഡൂംസ്ഡേ. ഏതാണ്ട് 50-ലേറെ ഹോളിവുഡ് സ്റ്റാർസാണ് ഈ സിനിമയ്ക്ക് ഒന്നിക്കുമെന്ന് പറയുമ്പോൾ സിനിമയുടെ വലിപ്പം ഊഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ. സിനിമ ക്രിസ്മസ് റിലീസായി ഡിസംബർ 17, 2026 തിയേറ്ററിലെത്തും. 2026 കാത്തിരിക്കുന്ന ഇംഗ്ലീഷ് സിനിമകളിലെ 2ാം സ്ഥാനം എൻ്റെ ഏറ്റവും ഫേവറേറ്റായ 2ാമത്തെ സംവിധായകനെ ബേസ് ചെയ്തതാണ് ഡെന്നിസ് വില്ന്യൂവിൻ്റെ ഡ്യൂൺ 3 ആണ് സിനിമ. ഒരിക്കലും സിനിമയാക്കാൻ കഴിയില്ല എന്ന് കരുതി ഉപേക്ഷിച്ച ഒരു പ്രൊജക്റ്റായിരുന്നു പലതവണ ഡ്യൂൺ. പക്ഷേ വില്ന്യൂ അതിൻ്റെ 2 ഭാഗങ്ങളും വളരെ മികച്ചതാക്കി മാറ്റിയെന്ന് മാത്രമല്ല ബോക്സ് ഓഫീസ് ഹിറ്റുമായി മാറി. അതിൻ്റെ 3ാം ഭാഗം ഒരു വിധത്തിൽ ആ ട്രിലജിയുടെ അവസാന ഭാഗമായിട്ടാണ് ഡ്യൂൺ 3 വരുന്നത്. തിമോത്തി ഷാലമേ, ജേസൺ മൊമോവ, സെൻഡായ, ഹാവിയർ ബാർഡം എന്നിങ്ങനെ വമ്പൻ താരനിര സിനിമയ്ക്കൊപ്പമുണ്ട്. ഡ്യൂൺ 3 ക്രിസ്മസ് റിലീസായി 2026 ഡിസംബർ 18 എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2026 ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു നോൺ ഇന്ത്യൻ സിനിമ എന്നതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: ദ ഒഡീസി. കിങ് ക്രിസ്റ്റഫർ നോളൻ്റെ ഒഡീസി. ഗ്രീക്ക് ഇതിഹാസ കഥയായ ഒഡീസിയെ ബേസ് ചെയ്താണ് നോളൻ ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. അതായത് ട്രോജൻ വാറിന് ശേഷം ജന്മനാട്ടിലേക്ക് മടങ്ങുന്ന ഒഡ്യൂസിയസിൻ്റെ ഒരു അസാധാരണമായ യാത്രയാണ് ഈ സിനിമ പറയുന്നത്. പ്രധാന കഥാപാത്രമായ ഒഡീസിയസായി മാറ്റ് ഡാമൺ എത്തുന്ന സിനിമയിൽ ടോം ഹോളണ്ട്, അന ഹാത്വേ, ജോൺ ബെർതാൽ എന്നിങ്ങനെ വമ്പൻ താരനിര തന്നെയുണ്ട്. പൂർണ്ണമായും IMAXിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന ആദ്യ സിനിമയായ ദ ഒഡീസി ജൂലൈ 17, 2026 ജൂലൈ 17 തിയേറ്ററിലെത്തും. ഇനി ഈ പറഞ്ഞ ലിസ്റ്റിൽ ഒന്നുമല്ലാത്ത ഒരുപാട് വമ്പൻ സംവിധായകരുടെയും നടന്മാരുടെയും ഒക്കെ കിടിലൻ സിനിമകൾ 2026 റിലീസ് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന 3 സിനിമകൾ ഏതൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യും, നമുക്ക് നോക്കാം.